നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. സാമ്പത്തികപരമായി പല വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു സമയം എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ മാറുന്ന, അവിടെ ധനപരമായിട്ടുള്ള ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക്, മാനസിക സംഘർഷം അനുഭവിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്ന ഒരു സമയം ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ഈ പറയുന്ന നക്ഷത്രക്കാർക്കാണ് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അനുകൂലമായ ഒട്ടനവധി അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും. സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ ഇവർക്ക് ഇപ്പോൾ മുതൽ ആരംഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. തൊഴിൽപരമായിട്ട് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടാകുന്നു. അതായത് സ്വന്തമായൊരു വീട് എന്നൊരു സ്വപ്നം വളരെ നാളുകളായി പൂവണിയാതെ നിന്നിരുന്നത്, ഇത്തരം അവസരത്തിൽ അതിനുള്ള ആക്കം കൂട്ടുന്നതിനും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികൾ സ്വീകരിക്കുന്നതിനും ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ വരുന്നതോടുകൂടി അവർക്ക് വീട് പണി അല്ലെങ്കിൽ വീട് സ്വന്തമാക്കുന്നതിനും അല്ലെങ്കിൽ വീട് പണി പൂർത്തീകരിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു. ഒട്ടനവധി ലാഭം വർദ്ധിച്ചു കാണുന്നു. ഗുണപരമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമായി നിൽക്കുന്നതിനും കുടുംബത്തിൽ നിന്നുള്ള പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ഒട്ടനവധി നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇനി വരാൻ പോകുന്നത് ഇവിടെ നല്ല സമയമാണ്. ജീവിതത്തിൽ ഈശ്വരന്റെ കൈത്താങ്ങ് വന്നു ചേരുന്ന സമയത്ത് പെട്ടെന്നുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ കാണാറുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറയാറുണ്ട്, ദോഷമാണ്, ഒരു തരത്തിലും ഉയർച്ചകൾ വന്നു ചേരുന്നില്ല. അന്നങ്ങനെ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന ആളുകളാണെങ്കിലും ഉള്ളിൽ നിരാശ തന്നെയാണ് എപ്പോഴും ഉണ്ടാകാറുള്ളത്. അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ള അത്ഭുതം എന്ന് പറയുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാറുണ്ട്. പലർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് പൂർണ്ണതോതിൽ അവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ലഭിക്കാറില്ല. പല വിധത്തിലുള്ള തടസ്സങ്ങൾ അവർക്ക് ഇതിൽ നിന്നുള്ള മോചനം ലഭിക്കാതെ നിൽക്കുന്നു. ഇപ്പോൾ അനുകൂലമായ സുവിശേഷം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറുന്നു. ജോലിയിൽ ഉയർച്ചകൾ വന്നു ചേരുന്നതിനും താൽക്കാലിക ജോലി ലഭിക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് നല്ല സ്ഥിര വരുമാനമുള്ള ഉയർച്ചകൾ സംഭവിക്കുന്ന ജോലിയിലേക്ക് മാറുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. സമാധാന അന്തരീക്ഷം തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. കുടുംബപരമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് കുടുംബത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ജോലിയിൽ ഉയർച്ചയും പ്രൊമോഷൻ, ട്രാൻസ്ഫർ അല്ലെങ്കിൽ പുതിയൊരു ജോലി കണ്ടെത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകും. സാമ്പത്തികപരമായിട്ടുള്ള പലവിധ കഷ്ടതകൾ മാറുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം വന്നു ചേരുന്നു. അതായത് നിയമന ഉത്തരവ് ലഭിക്കുന്നതിനും അല്ലെങ്കിൽ മത്സര പരീക്ഷകളിൽ വിജയത്തിലൂടെ അവിടെ ഇഷ്ട ജോലി സ്വന്തമാക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു. പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. ബിസിനസ് പരമായിട്ട് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന, ഒട്ടേറെ ലാഭം വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. പുതിയ വാഹനം, ഭൂമി ഇത്യാദി കാര്യങ്ങളൊക്കെ സ്വന്തമാക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു സാഹചര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സന്താന സൗഭാഗ്യമൊക്കെ വന്നു ചേരുന്നു. മക്കളുടെ ഉയർച്ചകൾ വളരെ സസൂക്ഷ്മം വീക്ഷിക്കുക. ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ശ്രമിക്കുക. ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത്
മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്ക് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലവിധ പ്രശ്നങ്ങളൊക്കെ മാറുന്നു. പണ ലഭ്യത ഉറപ്പുവരുത്താൻ സാധിക്കും. അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം ഉണ്ടാകുന്നു. പരിശ്രമങ്ങൾക്കൊടുവിൽ ആഗ്രഹിച്ച ജോലി സ്വന്തമാക്കാൻ സാധിക്കും. അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ആരോഗ്യരംഗത്ത് ആരോഗ്യപരിപാലന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നിരുന്നാലും അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ അവരുടെ ഈശ്വര പ്രാർത്ഥന കൊണ്ട് അവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ, ഉന്നതികൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. ഒട്ടേറെ സാധ്യതകളാണ് ഇവരുടെ മുന്നിൽ വളർച്ച തുറക്കപ്പെടാൻ പോകുന്നത്. പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകും. പ്രവർത്തന മികവ് ഇവർക്ക് വന്നു ചേരും. ഏതൊരു പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും അതിലൊക്കെ പുതിയ പുതിയ നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒട്ടേറെ ഭാഗ്യം കടാക്ഷിച്ചു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിലെ നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ്. മകം നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കൾ ഏറ്റവും വഴികാട്ടിയായി നിൽക്കുന്ന ഒരു സമയമാണ്. നല്ലൊരു വിവാഹബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാകും. സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. കുടുംബത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു. പണം കൈകളിൽ ധാരാളം വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഒട്ടേറെ സാധ്യതകൾ, അവസരങ്ങൾ, ഒട്ടേറെ നേട്ടങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആത്മീയ കാര്യത്തിലൊക്കെ താല്പര്യം ജനിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു എത്തിയിരിക്കുന്നു. നേട്ടങ്ങൾ ഒരുപിടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സമയം കൂടിയുണ്ട്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള അവസരങ്ങൾ എത്തിച്ചേരുന്നു. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. മനസ്സിന് ഇഷ്ടപ്പെട്ട ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനുള്ള സാഹചര്യങ്ങളുമൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. സ്ഥാനകാര്യമുണ്ടാകും. ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. പ്രത്യേകിച്ചും വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നതിനും ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ പുതുമകൾ, മാറ്റങ്ങളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന, മികച്ച രീതിയിൽ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന, പരിശ്രമം കൊണ്ട് മാത്രം ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സമയം. ഈശ്വരന്റെ അനുഗ്രഹമൊക്കെ ഇവർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒട്ടേറെ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കുന്നു. സന്തോഷകരമായിട്ടുള്ള ഒരു തുടക്കമുണ്ടാകുന്നു. മനസ്സമാധാനം നിറഞ്ഞ ഒരു ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങളുമൊക്കെ ഒന്നു ചേരുന്നു. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.